നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളെ പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മളുടെ നാട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലായിരുന്നു. ശരിക്കും നമ്മളുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് മേഖല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും താല്പര്യമുള്ളൊരു മേഖലയാണ്. ബിസിനസ്സുകാരായിക്കോട്ടെ, കയ്യിൽ പണമുള്ളവനായിക്കോട്ടെ, സാധാരണക്കാരനായിക്കോട്ടെ, എന്നും സ്ഥലം, അതായത് നമ്മളുടെ കയ്യിലുള്ള ഒരു അസറ്റ് ആയിട്ടുള്ള ഭൂമിയോ അല്ലെങ്കിൽ സ്ഥലമോ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഉള്ള എന്തുമായിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് നമ്മുടെ കേരളത്തിൽ വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ വരെ. ഇന്ന് നമുക്കറിയാം, ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്, നമ്മളുടെ നാട്ടിലെ സാധാരണക്കാരെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മളുടെ കയ്യിലുള്ള ഭൂമിയെല്ലാം വിറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ നാട്ടിലെ ഒരു ജീവിതത്തിന്റെ അവർക്ക് ജീവിക്കാനുള്ള ഒരു സുഖം ഇവിടെ കിട്ടുന്നില്ല. ഇതിന് നല്ല ഫെസിലിറ്റീസ് നമുക്ക് വിദേശത്തുണ്ട്. മറ്റുള്ളവർ നമ്മളുടെ ജീവിതത്തിലേക്ക് ചൂഴ്ന്നു നോക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളെ നാട്ടിൽ ഇല്ല എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ആ ഒരു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് വിദേശ രാജ്യങ്ങളിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മിക്ക സ്ഥലങ്ങളിലും, കേരളത്തിൽ ഒട്ടുമിക്ക ഒരു 80% മേഖലയിലും സ്ഥലം വിൽക്കാൻ വേണ്ടി കിടക്കുവാണ്. അതായത് നഗരപ്രദേശങ്ങൾ ഒഴികെ ഗ്രാമപ്രദേശങ്ങളായ പ്രദേശങ്ങൾ മുഴുവൻ ഒരു 90%ഉം ഏകദേശം വിൽക്കാൻ റെഡി ആയിട്ടുള്ള രീതിയിൽ കിടക്കുവാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഞാനൊരു ചന്ദനത്തോട്ടം നട്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ചന്ദനത്തോട്ടം നട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനോ എൻ്റെ ഫാമിലിയിലുള്ളവരോ അല്ല എൻ്റെ കുടുംബത്തിന് ഇനി വരേണ്ട മക്കളോ ആരും കൃഷിയിലേക്ക് ഇറങ്ങുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാട്ടുപന്നിയുടെ ശല്യം, കുരങ്ങന്റെ ശല്യം, ആനയുടെ ശല്യം, ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്താണ് തിരിച്ചു കിട്ടാനുള്ളത്? ഒരു കർഷകൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ഒന്നും തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ കർഷകന് പുല്ല് വിലയാണ് താനും. കർഷകനെ ആർക്കും വേണ്ട, അവനെ വേണം. എന്തിനാ? വോട്ട് ചെയ്യാൻ മാത്രം. ഇവൻ ദരിദ്രനായി ആത്മഹത്യയും ചെയ്ത് അവൻ നമ്മൾ ഈ നേതാക്കന്മാര് കൊടുക്കുന്ന എച്ചിലുകളും തിന്ന് ജീവിക്കാനല്ലാതെ ഈ കർഷകൻ എന്നും ഈ കീഴ് ലെവലിൽ ജീവിക്കാനുള്ള ഭാഗ്യം മാത്രമേ കേരളത്തിലുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ കേരളത്തിൽ കൃഷി ചെയ്ത് സമ്പാദിക്കാൻ പറ്റുമെന്ന്? ചിലവർ കൃഷിനെ വ്യാവസായികമായിട്ട് ചെയ്ത് അതിനെ എന്താ പറയാ ബിസിനസ് വൽക്കരിച്ച് ചെയ്യാണ്ട് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലർ രക്ഷപ്പെടുന്ന കണ്ടിട്ടുണ്ട്. അത് വളരെ അപൂർവമാണ്. എല്ലാവർക്കും അത് പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ അല്ല. ഒരു സാധാരണക്കാരൻ കുറച്ച് ഇഞ്ചി കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ നെല്ല് കൃഷി ചെയ്യാനോ, നെല്ല് കൃഷി ചെയ്തൊക്കെ അവസ്ഥ വർഷങ്ങളായിട്ട് എന്താ പറയാ, നെല്ല് കൃഷി ചെയ്ത് കൊടുത്തവർക്കൊന്നും ഇതുവരെ പൈസ പോലും കിട്ടുന്നില്ല എന്നുള്ള കഷ്ടകരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ കൃഷിക്ക് ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഉള്ള സ്ഥലം വിറ്റ് കിട്ടുന്ന പൈസ കിട്ടിയാൽ അത് ബാങ്കിലിട്ടാണെങ്കിലും പലിശ എടുത്തിട്ടാണെങ്കിലും ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ നാട്ടിൽ. പിന്നെ ഈ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞു, വിദേശത്തേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ഥലം വിറ്റാൽ കിട്ടുന്ന പൈസക്ക് വിദേശത്തേക്ക് പോകാം. പക്ഷെ പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. റിയൽ എസ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും റിയൽ എസ്റ്റേറ്റിൽ ഇപ്പോൾ ഒരു റിട്ടയർഡ് ആകുന്ന മാഷന്മാരും അങ്ങനെ കയ്യിൽ പൈസ വരുന്ന പുതുമോടി ആൾക്കാരെ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക, കുറേ സ്ഥലം മേടിച്ചിടും. സെന്റിന് 50,000 60,000 രൂപ കൊടുത്ത് മേടിച്ചിടും. എന്നിട്ട് അത് 1 ലക്ഷത്തിന് വിൽക്കുന്നു. അങ്ങനെ വളരെയധികം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു 5 വർഷം മുന്നേ വരെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വിൽപ്പനക്കാർ കൂടുതലാണ്, ബയ്യേഴ്സ് കുറവാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ഞാൻ ഈ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ ഒരു അനൗൺസ്മെന്റ് നടത്തിയായിരുന്നു. നമ്മുടെ ടാക്സ് 20% നിന്ന് 12.5%, അതായത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന തുകയുടെ ക്യാപിറ്റൽ ഗെയിനിന്റെ 20% നിന്ന് 12.5% കുറച്ചു എന്ന് കാണിച്ചിരുന്നു. അതിൽ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇൻഡെക്സേഷൻ എടുത്തു കളഞ്ഞു എന്നും പറഞ്ഞിരുന്നു. ഇൻഡെക്സേഷൻ എടുത്ത് കളഞ്ഞിട്ടാണ് 20% നിന്ന് 12.5% ടാക്സ് കുറച്ചത്. അപ്പൊ എല്ലാവരും വിചാരിക്കും എന്താ, 20% നിന്ന് 12.5%, അതായത് 7.5% കുറഞ്ഞല്ലോ, നികുതിയിൽ 7.5% കുറഞ്ഞല്ലോ എന്ന് മിക്കവരും ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല കാര്യം എന്നുള്ളത് നിങ്ങൾ കാണുന്ന എല്ലാവർക്കും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ഇതിനകത്ത് സംഭവിക്കുന്ന ഇൻഡെക്സേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മൾ ഈ വാങ്ങുന്ന കാലയളവിൽ നമുക്ക് ഈ പണത്തിന് ഒരു പണപ്പെരുപ്പ് സംഭവിക്കും, ഇൻഫ്ലേഷൻ. ഈ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾക്കും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മിനിമം. അതായത് നമ്മൾ 2009
വാങ്ങിയ ഒരു സ്ഥലത്തിന് മറ്റേ ഞാൻ എൻ്റെ ചാർട്ട് കാണിച്ചു തരാം. സ്ഥലത്തിന് ഒരു 50 ലക്ഷം രൂപ കൊടുത്തൊരു സ്ഥലം മേടിക്കുകയാണെങ്കിൽ ആ 50 ലക്ഷത്തിന് ഇന്നത്തെ വാല്യൂ ചിലപ്പോൾ വേറെ ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറയാം 10 രൂപയ്ക്ക് പണ്ട് 5 രൂപയ്ക്ക് പണ്ട് ചായ കുടിച്ചിരുന്നു, ഇപ്പൊ എൻ്റെ ചായയുടെ വില 10 രൂപയാണ്. എന്തുകൊണ്ടാണ് ഇത് കൂടിയത്? നമ്മുടെ പ്രൈസ് എല്ലാം കൂടുന്നത്. ഈ പ്രൈസ് കൂടുന്നത് എന്തുകൊണ്ടാണ്? പണപ്പെരുപ്പം കൂടി വരുന്നതുകൊണ്ടാണ്. പണത്തിന്റെ മൂല്യം ഇല്ലാതാകുന്നു. ഈ പണപ്പെരുപ്പം നോർമലായിട്ട് മിനിമം ഒരു ആവറേജ് 4 to 5 റേഞ്ചിൽ എപ്പോഴും ഇന്ത്യയിൽ നടക്കും. ഈ പണ്ട് പെട്രോളിന് 50 രൂപയായിരുന്നു, ഇന്ന് 100 രൂപയായി, അതിന് 150 200 അത് കൂടി വരും. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ പണ്ട് നമ്മുടെ കാരണന്മാർ, എൻ്റെ പപ്പയൊക്കെ പറയുന്നുണ്ട് 50 രൂപയ്ക്ക് ഫസ്റ്റ് ജോലിക്ക് കയറി സാലറി മേടിച്ചെന്നൊക്കെ. ആ സാലറി ഇറങ്ങുമ്പോഴേക്കും 30,000 40,000 ചിലപ്പോൾ ആയിട്ടുണ്ടാവും. അത് അന്നും 50 രൂപ മതി എന്ന് വരെ പറയുന്നില്ലോ. അത് ഒരു റൊട്ടേഷനാണ്. ഇൻഫ്ലേഷന്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എല്ലാ കാര്യത്തിലും ഇത് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ സാധാരണക്കാരന്റെ വരുമാനം ആനുപാതികമായിട്ട് കൂടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതുപോട്ടെ. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇൻഡെക്സേഷൻ, അതായത് പണത്തിന്റെ മൂല്യത്തിനനുസരിച്ച് ഒരു വാല്യൂ എന്താ പറയുക, ഇൻഡെക്സേഷൻ ബേസ് ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂ കഴിഞ്ഞിട്ടുള്ള തുക അത് മാത്രമായിരുന്നു എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളൂ. അതായത് 50 ലക്ഷം രൂപയ്ക്ക് നമ്മൾ പണ്ട് 2009 ഒരു സ്ഥലം മേടിച്ചു, ഇപ്പൊ നമ്മൾ 1.5 കോടിക്കാണ് വിൽക്കുന്നതെന്ന് പറയുക. അതായത് 1 കോടി രൂപ ലാഭമുണ്ട്. ഈ ലാഭത്തിൽ ഇൻഡെക്സേഷൻ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ 1,32 ലക്ഷം സംതിങ് ആണ്. ഞാൻ നേരെ ആ ചാർട്ടിലേക്ക് തന്നെ വരാം. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ ഒരു ചാർട്ട് കാണുന്നുണ്ടാവും. അതിനകത്ത് പറയുന്നുണ്ട് ഹൗ റിമൂവിങ് ഇൻഡെക്സേഷൻ ഇൻ ബഡ്ജറ്റ് 2024 വിൽ അഫക്ട് ക്യാപിറ്റൽ ഗെയിൻ. എങ്ങനെ ഇൻഡെക്സേഷൻ എടുത്തു കളയുന്നത് ക്യാപിറ്റൽ ഗെയിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അവിടെ നിങ്ങൾ കാണുന്നുണ്ട് പർച്ചേസ് പ്രൈസ് ഓഫ് ആൻ അപ്പാർട്ട്മെന്റ് 50 ലക്ഷം രൂപ വിത്ത് ഇൻഡെക്സേഷൻ ആണ്. രണ്ട് ഇതാ കാണിക്കുന്നത്. അതായത് നമ്മൾ ആദ്യത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗമായിട്ട് രണ്ട്, അതായത് ആദ്യത്തേൽ വിത്ത് ഇൻഡെക്സേഷൻ ഉണ്ട്, മറ്റേത് ഇൻഡെക്സേഷൻ ഇല്ലാതെയും കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഇതിൽ വിത്ത് ഇൻഡെക്സേഷൻ 20% ടാക്സ് കൊടുക്കുന്നത്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ പർച്ചേസ് പ്രൈസ് എന്ന് ഓർത്തിരിക്കുന്നത് 50 ലക്ഷമാണ്. അതിന്റെ ഡേറ്റ് ഓഫ് പർച്ചേസ് 2009 ജനുവരി 1. ഡേറ്റ് ഓഫ് സെയിൽ ചെയ്യുന്നത് ഈ ജൂലൈ 2024 ജൂലൈ 23 നമ്മൾ വിൽക്കുവാണ്. സെല്ലിംഗ് പ്രൈസ് നമ്മൾ കാണുന്നു 1.5 കോടി കാണുന്നുണ്ട്. അതിന്റെ തൊട്ട് മുകളിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് വാല്യൂ 1,32,48,175. ആകപ്പാട് ഇതിനകത്ത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 17,51,825. ഇവിടുത്തെ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ 17,51,825 ആണ്. അതിന്റെ 20% എന്ന് പറയുന്നത് ഏകദേശം 3,50,365 രൂപയാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വന്നിരുന്നത്. ഇനി നമുക്ക് നേരെ ഇൻഡെക്സേഷൻ എടുത്തു കളഞ്ഞിട്ട് 12% നമുക്ക് ഇൻഡെക്സേഷൻ ശേഷം 12% കുറച്ചല്ലോ. ഈ പുതിയ ഇനി തൊട്ട് നമ്മൾ എത്ര അടയ്ക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അവിടെ നമ്മൾ സെയിം എമൗണ്ട് തന്നെ 50 ലക്ഷം പർച്ചേസ് 2009 ജനുവരിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. സെയിൽ 2024 ജൂലൈ 30-23 സെയിൽ ചെയ്യുവാണ്. അതിന്റെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് വാല്യൂ ഇവിടെ ഇൻഡെക്സേഷൻ എടുത്ത് കളഞ്ഞത് കൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 50 ലക്ഷം തന്നെയാണ്. അവിടെ ഇൻഡെക്സേഷൻ ഇല്ല. അപ്പൊ ടോട്ടൽ ക്യാപിറ്റൽ ഗെയിൻ സെല്ലിംഗ് പ്രൈസ് 1.5 കോടിക്കാണ് സെല് ചെയ്യുന്നത്. അവിടുത്തെ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എത്രയാ, 1 കോടി രൂപയാണ്. 1 കോടി രൂപയ്ക്ക് 12% എന്ന് പറയുന്നത് 12,50,000 രൂപ നമ്മൾ ഇപ്പോൾ ടാക്സ് കെട്ടണം. അതായത് പഴയ രീതിയിലായിരുന്നെങ്കിൽ നമ്മൾ സ്ഥലം വിറ്റ് നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഏകദേശം 3.5 ലക്ഷമേ നമുക്ക് ലാഭം, അതായത് 1 കോടി രൂപയ്ക്ക് അധികം നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് 3.5 ലക്ഷം ടാക്സ് അടയ്ക്കേണ്ടി വന്നിരുന്നത് ഇപ്പം നമ്മൾ ഏകദേശം 12.5 ലക്ഷം രൂപ, അതായത് 9 ലക്ഷത്തോളം രൂപ നമ്മളുടെ സ്ഥലത്തിൽ നമ്മൾ അടയ്ക്കുന്ന നികുതിയിൽ കൂടുതൽ വരുവാണ്. അതായത് നമുക്കുണ്ടാകുന്ന നഷ്ടം ശരിക്കും പറഞ്ഞാൽ ഏകദേശം 8,99,9 ലക്ഷം രൂപ എന്നുള്ളത് തന്നെയാണ്
ഇത് പഴയതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ്, അതായത് 14 ലക്ഷം രൂപ സംതിങ്, ശരിക്കും പറഞ്ഞാൽ നമുക്കവിടെ പഴയത് രീതിയിലായിരുന്നെങ്കിൽ നമുക്ക് ലാഭം കിട്ടിയേനെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങളിവിടെ കണ്ടു, ഏകദേശം 9 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഇവിടുത്തെ നഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇൻഡെക്സേഷൻ എടുത്ത് കളഞ്ഞത് വലിയൊരു പ്രശ്നമല്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്നവരോട് നമുക്ക് പറയുവാണ്, നമുക്കുണ്ടായിരിക്കുന്ന നഷ്ടം ചെറുതല്ല. ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ അഫക്റ്റഡ് വാല്യൂ എന്നുള്ള രീതിയിൽ, അതായത് ഇൻഫ്ലേഷൻ്റെ ഉണ്ടായിരുന്ന സമയത്ത് ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭീമാകാരമായൊരു ലോസ് ആണ് ഇതിലൂടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ശരിക്കും ഇത് ബാധിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം, ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. പണ്ടത്തെ രീതിയിലായിരുന്നെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട തുകയുടെ ഏകദേശം, നമുക്ക് ടാക്സ് കെട്ടേണ്ടതിൻ്റെ ഏകദേശം 4 ഇരട്ടി 5 ഇരട്ടിയോളം തുക നമ്മൾ ഇന്നത്തെ ലെവലിൽ ക്യാപിറ്റൽ ഗെയിന് നമ്മൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായി വരുവാണ്. അപ്പോൾ ഇതെങ്ങനെ ഇനി ഈ സമീപ ഭാവിയിൽ ഇതിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം, റിയൽ എസ്റ്റേറ്റിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പം നിങ്ങളും ഇതുപോലെ സ്ഥലം വിൽക്കാനും കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഇത്ര ശതമാനം നമുക്ക് നികുതി അടച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് തട്ടിപ്പ് ഒരു ഉടായ്പകൾ കാണിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കണ്ടറിയാം. അതിനുശേഷമുള്ള ഇനി ബാക്കി കാര്യങ്ങൾ എന്തെല്ലാം നടക്കും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലം വിൽപ്പനയിൽ കാര്യങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 12.5% നിങ്ങൾ നികുതി അടച്ചേ പറ്റൂ. അതിന് വേറെ ഒരു വഴിയില്ല. പഴയ രീതിയെ എപ്പോഴും നല്ലതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ടാക്സ് കുറച്ചു എന്നതിലൂടെ തന്നെ ഇവിടെ സർക്കാരിന് വലിയ ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയാണേലും നിങ്ങളും ഒരു സ്ഥല ഇടപാടും കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. പറ്റുവാണെങ്കിൽ എൻ്റെ വീഡിയോസ് കുറച്ച് പേർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കുറേ പേർക്ക്, എൻ്റെ ഇതിനകത്ത് ഞാൻ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയത്തില്ലാത്ത മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയത്തില്ലാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ എൻ്റെ സർവീസ് ആവശ്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാൻ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ്, ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഞാൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഏകദേശം ഒരു 300ഓളം പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നിങ്ങൾക്കും നല്ല സർവീസ് കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. നിങ്ങൾക്ക് എല്ലാവിധ സഹകരണം ചെയ്തു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.